എക്കണോമിക്സ് ഡിഗ്രി ആയിരുന്നു. ഞാൻ ചെന്നൈയിലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞു. ഓക്കെ, രാഷ്ട്രീയത്തിൽ തന്നെ പയറ്റാനാണോ തുടരാനാണോ അതല്ല എക്കണോമിക്സൊക്കെയായി എക്കണോമിക് സർവീസിലേക്ക് പോകാനാണോ? എന്താ താല്പര്യം ദിയ? എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് MBA ചെയ്യാനാണ് ആഗ്രഹം. ഇപ്പം ഇതിൻ്റെ പഠിത്തത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം ഇലക്ഷൻ്റെ കാര്യങ്ങൾ വന്നു. ഇനിയിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിത്തവും വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. വളരെ വലിയ ആഗ്രഹമാണ്, അത് നിറവേറ്റണം. മുനിസിപ്പാലിറ്റിയൊക്കെ മാനേജ് ചെയ്യാനുള്ളൊരു സമയം കിട്ടൂ? ഇത് രണ്ടും കൊണ്ടുവന്നതൊരു ചാലഞ്ച് ആയിരിക്കും. ഞാനിപ്പോൾ MBA ഓൺലൈനായിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനാണ് ഇരിക്കുന്നത്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, നല്ല കാര്യം. ദിയെ പോലെയുള്ള ആളുകളൊക്കെ വരുന്നത്. ദിയക്ക് ഇപ്പോൾ 21 വയസ്സാണ് അല്ലേ? അതെ അതെ, എനിക്ക് 21 പൂർത്തിയായി. ഈ ജനുവരിയിൽ 22 ഈ ജനുവരിയിൽ 22 ആവും. ഓക്കെ, അപ്പോൾ ബിനു, പാലാ മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മുനിസിപ്പൽ ചെയർപേഴ്സണെ സമ്മാനിക്കാൻ പോവുകയാണെന്ന് അറിയുന്നു, ശരിയാണോ? അത് ചർച്ചകളിലേക്കൊന്നും ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഒരു പിന്തുണ ആവശ്യമായി വരുന്നുണ്ട്. ബാക്കി ചർച്ചകളിലേക്കൊന്നും കടക്കുന്നതേ ഉള്ളൂ. ബിനു CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ കഴിഞ്ഞ തവണ മത്സരിച്ച്. അതിനുശേഷം പിന്നീട് കേരള കോൺഗ്രസിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാനത് ഒന്നും പറയുന്നില്ല. ഈ ബിജുവിൻ്റെ രാഷ്ട്രീയം എന്തായിരുന്നു? ബിജു CPM ലൈൻ തന്നെയായിരുന്നോ ബിജു? അല്ല, അത് ബിജുവിന് ഞാൻ കൊടുക്കാം. ബിജു CPM ലൈൻ അല്ലായിരുന്നു. പണ്ട് കേരള കോൺഗ്രസിൻ്റെയൊക്കെ സജീവ പ്രവർത്തകനായിരുന്നു. പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് 35-40 വർഷമായിട്ട് സജീവമായി രംഗത്തുണ്ടായിരുന്നു. ബിജുവും ഇതിനു മുമ്പ് മെമ്പർ ആയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടല്ലോ അല്ലേ ബിജു? മത്സരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുപരിയായി പൊതുരംഗത്ത് സജീവമായി ഉണ്ട്. ഓക്കെ.